ഹലോ എവ്രി വൺ, വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്. എനിക്കറിയാം എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കുകളിൽ ഓടി നടക്കുകയാണ്. പല പല കാര്യങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണെന്ന് അറിയാം. എങ്കിലും ആ തിരക്കുകളുടെ ഇടയിൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് പാട്ടുകളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സമയമെടുക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അക്കാപ്പല എന്ന് പറയുന്ന സംഗീതത്തിലെ ഒരു ശൈലിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. ഈ ഒരു എപ്പിസോഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലാതെ കുറച്ച് സമയങ്ങൾ നമുക്ക് എടുക്കും. പക്ഷേ എങ്കിലും കുറച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സോങ് ഫോർ യു ബൈ അൽഫോൻസ് ജോസഫ്. Holy night, the stars are brightly shining. It is the night of our dear Savior's birth. Long lay the world in sin and error pining, till He appeared and the soul felt its worth. That thrill of hope, the weary world rejoices, for yonder breaks a new and glorious morn. Fall on your knees, on your knees. Oh, hear the angels' voices. Oh, night divine. Oh, night when Christ was born. Oh, night divine. Oh, night divine. Truly He taught us to love one another. His love is love, and His gospel is peace. Chains shall He break, for the slave is our brother, and in His name all oppression shall cease. Sweet hymns of joy in grateful chorus raise we, let all within us praise His holy name. Fall on your knees, on your knees. Oh, hear the angels' voices. Oh, night divine. Oh, night when Christ was born. Oh, night divine. Oh, night
divine, oh night divine, oh night divine. എല്ലാവരും ഈ പാട്ട് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിനകത്ത് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. എന്താണ്? ഈ പാട്ടിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉപയോഗിക്കാമായിരുന്ന ചില രീതികൾ വോയിസിൽ തന്നെ, വോക്കൽസായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ശബ്ദം കൊണ്ട് ഇൻസ്ട്രുമെൻസിൻ്റെ അതായ രീതിയിലുള്ള പാർട്സുകളും അതുപോലെ തന്നെ കൗണ്ടർ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഒന്ന് സിമുലേറ്റ് ചെയ്യാനുണ്ടായത്. എക്കാപ്പില എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഫോം. അതിനകത്ത് വോയിസസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാത്ത ഒരു മ്യൂസിക്കിൻ്റെ ഒരു ശൈലിയാണ്. ഇനി ഇതിൻ്റെ ശരിക്കുള്ളൊരു ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കാപ്പല്ല എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഈ പാട്ടിൻ്റെ പേരുണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇൻ ദ മാനർ ഓഫ് എ ചാപ്പൽ, അതായത് കൊയറിൻ്റെ സ്റ്റൈലിൽ, അതായത് നമ്മൾ പള്ളികളിൽ കേൾക്കുന്ന കൊയർ സ്റ്റൈലിലുള്ള ഒരു സിംഗിങ് രീതി, അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാത്ത ഒരു രീതിയാണ് അക്കാപ്പല എന്ന് പറയുന്നത്. ഈ അക്കാപ്പല എന്നാണ് ആരംഭിച്ചത്? ഏകദേശം ഒരു ലേറ്റ് 15th സെഞ്ച്വറിയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കമ്പോസറാണ്, പേര് കേട്ടൊരു കമ്പോസറാണ് ജോസ്ക്വിൻ ഡെസ് പ്രസ്. അവരുടെ കോമ്പോസിഷൻസിൽ ഈ ഒരു അക്കാപ്പല രീതി അവലംബിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടക്കത്തിലൊക്കെ അക്കാപ്പല രീതികളിൽ ഏതെങ്കിലും ഒരു അക്കമ്പനിമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അക്കമ്പനിമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നത് ഏതെങ്കിലും വോക്കൽ പാർട്ട് സെയിം തന്നെ ആയിരിക്കും. പിന്നീടാണ് കംപ്ലീറ്റ് ആയിട്ടൊരു വോക്കൽ മാത്രമുള്ള ഒരു ശൈലിയിലേക്ക് മാറിയത്. യൂറോപ്പിലാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ. തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഒരു രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പാട്ടുകൾ കേൾക്കാൻ നല്ല രസമാണ്. നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, ലൈക്ക് ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ഒരു സോളോ സോങ് ആണെങ്കിൽ അതിൻ്റെ ഒരു മെലഡി നമ്മൾ കമ്പോസ് ചെയ്യും. പക്ഷേ ഒരു അക്കാപ്പല എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്കൊരു അക്കമ്പനിമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ഇല്ല, കോഡ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഹാർമണൈസേഷൻ എന്ന് പറയുന്ന ഒരു മേഖല കടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വോയിസ് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഹാർമണി ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഗിറ്റാറിൽ നമ്മളൊരു കോഡ് വായിക്കുന്നു, സി മേജർ കോഡ് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? 3 ഡിഫറെൻറ്റ് നോട്ടുകളുടെ ഒന്നിച്ചുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കേൾവിയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് 3 ഡിഫറെൻറ്റ് നോട്ടുകൾ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ സി മേജർ സ്കെയിലാണെങ്കിൽ, സി മേജർ കോഡാണെങ്കിൽ സി ഇ ജി, അതായത് നമ്മൾ നേരത്തെ ഇൻ്റർവെൽസിൽ പഠിച്ച പോലെ 1, 3 and 5 ഈ 3 സ്വരങ്ങൾ ഒരുമിച്ച് നമ്മൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം. ഞാനതൊന്ന് ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. ലൈക്ക് ഈ 3 സ്വരം നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോഴത്തേക്കും ഇതേ ഇഫക്റ്റ് തന്നെ 3 വോയിസ് ഒരുമിച്ച് പാടുമ്പോൾ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് കോഡുകൾ നമുക്ക് ഒരു സ്കെയിലിനകത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പാട്ടിൽ ഒരു മെലഡി വരുമ്പോഴത്തേക്കും ആ മെലഡിയെ ബാക്ക് ചെയ്തുകൊണ്ട് ആ മെലഡിക്ക് അനുസരിച്ച് വരുന്ന കോഡിൻ്റെ നോട്ടുകൾ നമ്മൾ സിങ് ചെയ്യുക ചെയ്യുന്നത്. അത് ഒരു പക്ഷേ ആ മെലഡി പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പാടാം, അതേ രീതി തന്നെ പാടാം. പക്ഷേ മെലഡി പോകുമ്പോൾ മെലഡിക്ക് അനുസരിച്ചല്ല, മെലഡിക്ക് ഒരു കൗണ്ടർ പോയിൻ്റായിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിതമിക് പ്രോഗ്രഷനിൽ നമുക്ക് ഹാർമണി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഞാനിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഗ്രഹിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. നമുക്ക് സ്ലോലി നമുക്കതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. കൂടുതൽ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക,
ഞാൻ ഒരു എക്സസൈസ് ആയിട്ട് തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അക്കാപ്പല എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അക്കാപ്പല ബാൻഡ്സിൻ്റെ പെർഫോമൻസുകൾ നമുക്ക് കാണാം. അത് പതുക്കെ കേൾക്കാനായിട്ട് തുടങ്ങുക. ഇങ്ങനെ കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകൾ, ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ പതിയെ നമ്മൾ മ്യൂസിക് തിയറിയിലൂടെ ഇതിൻ്റെ ഹാർമണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ക്രിസ്മസ് ടൈമിൽ നമ്മൾ പള്ളികളിലൊക്കെ ഒത്തിരി പാട്ടുകൾ പാടുന്നതിനകത്ത് ഇത്തരത്തിലുള്ള ഹാർമണികളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേയും കൂടി ആ പാട്ടിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് അവർ പാടുന്നത്, മെയിൻ പാർട്ടിൻ്റെ കൂടെ വേറൊരു പാർട്ട് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ ഒന്ന് കുറേ കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അടുത്തടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. God bless you and a happy Christmas.